ഈ ശ്രീജിത്ത് എന്ന് പറയുന്നത് ശ്രീധുവിൻ്റെ ഹസ്ബൻഡ് മാത്രം പറയുന്നത് അമ്മാവൻ്റെ കൂടെ ആണെന്ന് പറയുന്നു. അപ്പോഴും ഈ കുഞ്ഞു വരെ പറഞ്ഞു ഞങ്ങളുടെ കൂടെയാണ് ദേവേന്ദു കിടന്നത് എന്നുള്ളത് കുഞ്ഞു വരെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ശ്രീജിത്ത് അത്തരത്തിലുള്ള ഒരു കള്ളം പറയുന്നത്? ശ്രീജിത്ത് അവിടെ എത്തിയേക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശ്രീധുവിന്റെ അച്ഛൻ മരിച്ചതിന്റെ 16-നാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു കൃത്യം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് എത്തിയിട്ടുള്ളത്. മരണത്തിനെത്താത്ത ഈ ഇതേ ശ്രീജിത്ത് കൃത്യമായിട്ട് ഈ 16-ന് തന്നെ വന്നിട്ടുള്ളത്. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിന്റെ മരണം. ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ഇതുവരെ ന്യൂസുകളിലൂടെ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആ കുഞ്ഞിൻ്റെ അമ്മാവനായിട്ടുള്ള ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരം ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. ആൻഡ് സഹോദരനും സഹോദരിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് ഈ കുഞ്ഞൊരു തടസ്സമായി വന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരെ റിലേറ്റ് ചെയ്തിട്ട് അന്ധവിശ്വാസം, പൂജാരി, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അറിഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ ഈ ഒരു വിഷയത്തിലുള്ളത്? നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവർക്കിടയിലില്ലേ, ഈ ഒരു കുടുംബത്തിൻ്റെ പിന്നാമ്പുറത്തില്ലേ. ആൻഡ് ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി മന്ദബുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇയാളൊരു മന്ദബുദ്ധിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ യജമാനൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് അനുസരിക്കുന്ന ബുദ്ധിമാനായിട്ടുള്ളൊരു മന്ദബുദ്ധി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്തിൽ ഇയാളുടെ യജമാനൻ ആരാണ്? ഈ ശ്രീധു എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അമ്മയാണോ, അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ അമ്മയാണോ, അല്ലെങ്കിൽ ആ ശ്രീധുവിൻ്റെ ഭർത്താവാണോ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു പൂജാരിയാണോ? ഇവരിൽ ആരാണ് ഇയാളുടെ യജമാനൻ? ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് എൻ്റെ കുറച്ച് ഫൈൻഡിങ്സും കുറച്ച് സംശയങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളോട്ട് എത്തിക്കുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇത് എല്ലാം ശരിയാണെന്നല്ല പറയുന്നത്, ഒരുപക്ഷെ ഇങ്ങനെ ആവാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീട്ടുകാർ തന്നെ 2 ദിവസം മുൻപ് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായിട്ടൊക്കെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ അന്നും ഈ സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതുകൊണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ഈ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് 30 ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ ഇവരുടെ സോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അവിടെ പറയുന്നുണ്ട്. അതായത് ഈ ശ്രീധു എന്ന് പറയുന്ന ലേഡിക്ക് പല ആളുകളുടെ അടുത്തും കടം വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ പറ്റിച്ച് ഫ്രോഡ് പരിപാടി കാണിച്ചത് ഭൂലോക ഉടായിപ്പാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു 30 ലക്ഷത്തിന്റെ ഈ ഒരു കേസിൽ ഒരു ക്ലിപ്പോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ശ്രീധുവിന് മറ്റൊരു സുഹൃത്തുമുണ്ടായിരുന്നു. അയാൾ പറയുന്നത് പോലെയാണ് ശ്രീധു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് വീട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കരിക്കിങ്ങ സ്വദേശിയായി ഈ വ്യക്തിയുടെ കൈവശം 30 ലക്ഷം രൂപ കൈമാറിയത്. പക്ഷേ വീട് വാങ്ങിച്ച് നൽകിയില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബാലരാമപുരം സ്റ്റേഷനിൽ എത്തുകയും പക്ഷേ പോലീസ് അക്കാര്യത്തിൽ കേസ് എടുത്തില്ല. കാരണം ഈ പറയുന്ന മൊഴികളിൽ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് കേസ് എടുക്കാത്തത്. ആ പറഞ്ഞ മൊഴികളിൽ വിശ്വാസ്യത ഇല്ലാത്തതിന്റെ പേരിലാണ് കേസ് എടുക്കുന്നത്. അതായത് വാക്കാൽ പറഞ്ഞേക്കുന്ന ഒരു പരാതി മാത്രമാണ്, എഴുതി കൊടുത്തേക്കുന്ന പരാതിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാക്കാൽ കൊടുക്കുന്ന ഒരു പരാതിയാണ്. ആൻഡ് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തിന് 30 ലക്ഷം രൂപ കൊടുത്ത് വീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞേക്കുന്ന ഈ സുഹൃത്ത് ഈ പൂജാരിയാണ്, ശ്രീധുവിന്റെ മറ്റേ പൂജാരിയാണ് ആ ഒരു സുഹൃത്ത്. ഓക്കെ, ഒരു വിശ്വാസ്യതയും ഇല്ലാത്ത ഇത്തരം കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു കേസ് ഇല്ലാത്ത കേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസ്യത ഇല്ലാത്ത കാര്യമായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് നിയമത്തിന്റെ മുന്നിൽ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോയിട്ട് മുൻകൂറായിട്ട് എന്തൊക്കെയോ തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് കടബാധ്യത മൂലം അവർ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് ഇനി നിൽക്കേണ്ടത്. കാര്യം 30 ലക്ഷം രൂപയോളം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഏകദേശം 58 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നുള്ള രീതിയിലാണ് അവരുടെ കുടുംബക്കാരൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത്രയും പ്രശ്നമുള്ളതിൻ്റെ പേരിൽ ഇവർക്ക് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് എന്നാൽ ആരെയൊക്കെ ഇവർക്ക് ബോധിപ്പിക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞ് മരിച്ച അതേ ദിവസങ്ങളിലാണെങ്കിൽ ഇവരുടെ വീട്ടിലെ തൂക്കുകയറ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഭാഗം കൂടെ വെക്കാം. തന്നെ ആദ്യം പോലീസ് ചോദ്യം ചെയ്തത് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയാണ്. ശ്രീധു പറയുന്നത് കുഞ്ഞ് തന്റെ കൂടെയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. അതിനുശേഷം പുലർച്ചെ 3:30 താൻ എഴുന്നേറ്റതിന് ശേഷം അച്ഛന്റെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത്. പുലർച്ചെ 3:30-ക്കാണ് ഇതുപോലെ തൻ്റെ അടുത്ത് കിടന്നിരുന്ന കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ട് കിടത്തി എന്ന് ഇവർ പറയുന്നത്. ഓക്കെ, ബാത്റൂമിൽ എന്തോ പോകാനെ കൊണ്ട് ഇവർ എണീച്ചൊരു സംഭവമാണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ശ്രീധുവിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഇവർ നീണ്ട കാലങ്ങളായിട്ട് അടിയും വഴക്കുമായിട്ട് ഉടക്കി പിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇവിടേക്ക് ആ ഒരു ഹസ്ബൻഡ് വന്നേക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ 16-നാണ് ഇവിടോട്ട് എത്തുന്നത്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം രാത്രിയിൽ എണീച്ച് പോവുകയാണ്. അപ്പം കുഞ്ഞിനെ അങ്ങോട്ടാക്കി. അപ്പം ഇവർക്ക് കുഞ്ഞ് ഒരാളല്ല, കുഞ്ഞ് 2 അപ്പോഴും ഈ ഒരു കുഞ്ഞിനെ മാത്രം അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ട് കിടത്തിയിട്ടാണ് ഇവർ പോകുന്നത്. ഇനി ഈ മരിച്ച കുഞ്ഞിന്റെ ചേച്ചി പറയുന്നതെന്ന് കേട്ടോ. എപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 ആയപ്പോൾ പറഞ്ഞു എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴും നോക്കിയപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ കിണറിൻ്റെ അകത്ത് വിരുന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് എടുത്തങ്ങനെ. ഒരു നിഴല് കണ്ടു. ഇല്ല. അച്ഛൻ വന്നിട്ടൊന്നുമില്ലായിരുന്നു. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്നു. ഓക്കെ, ഇവർ 3 പേരോടെ തറയിൽ കിടന്നു. വെളുപ്പിനെ 3:30-ക്ക് ഇവർ എണീച്ച് പോകാൻ നേരം ഈ ശ്രീധു എന്ന് പറയുന്ന ലേഡി എണീച്ച് പോകാൻ നേരം ഈ ഇളയ കുഞ്ഞിനെ മാത്രം അച്ഛൻ്റെ അടുത്തോട്ട് കൊണ്ട് കിടത്തി.
ഓക്കെ. ആൻഡ് ഈ ഒരു കുഞ്ഞ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വെളുപ്പിനെ ഒരു നിഴല് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു കുഞ്ഞ് പറയുന്നത് കേട്ടപ്പോൾ ആരോ പറഞ്ഞ് പഠിപ്പിച്ച പോലെയാണ് എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചാണെങ്കിലും അല്ലാത്തതാണെങ്കിൽ കൂടി ഈ കുഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ രാവിലെ ഒരു നിഴല് ആരോ നിഴല് കണ്ടു എന്ന് ഈ കുഞ്ഞ് പറയുന്നുണ്ട്. ഓക്കെ. ഈ കുഞ്ഞിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുള്ളത് കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീതു അല്ലേ? ശ്രീതു കാണാത്ത നിഴൽ എങ്ങനെയാണ് ഈ കുഞ്ഞ് മാത്രമായിട്ട് കാണുന്നത്? അല്ലെങ്കിൽ ആ ഒരു നിഴല് കുഞ്ഞ് കണ്ട നിഴലിനെ ശ്രീതു കണ്ടില്ലേ? അപ്പം ശ്രീതു വളരെ കൃത്യമായിട്ട് ആ നിഴലും കണ്ടിരുന്നു, ആൾ ആരാണെന്നും കണ്ടിരുന്നു. പിന്നെ എന്തിനാണ് നിശബ്ദമായിട്ട് അവിടെ ഇരുന്നത്? കുട്ടിയുടെ അമ്മ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കുട്ടിയെ കിടക്കുന്നു എന്ന് കണ്ടിട്ടാണ് പോയി എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. ബാത്റൂമിൽ ഇരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു എന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. അപ്പോൾ അമ്മയെ വിളിച്ച് പറയുന്നു, അമ്മ കുഞ്ഞ് കരയുന്നു എന്ന് പറയുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്നുള്ള സാധനം പറയുന്നില്ലേ? ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് പറയുന്നത് അപ്പം ശ്രീതു പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീതുവിൻ്റെ ഹസ്ബൻഡിന് ആ ഒരു കരച്ചിൽ കേട്ടാൽ എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശ്രീതുവിൻ്റെ ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഒരു കരച്ചിൽ കേട്ടില്ലേ? ഈ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഒരു സാധനം കൂടി അങ്ങോട്ട് വെക്കാം. പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് ശ്രീജിത്ത് ചെയ്യുന്നത്. കാരണം താൻ അങ്ങനെ സ്ഥിരം വീട്ടിൽ വന്നു പോകുന്നയാളല്ല. ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത്. കുഞ്ഞ് തന്റെ കൂടെയല്ല കിടന്നിരുന്നത്, അമ്മാവന്റെ കൂടെയാണ് കിടന്നിരുന്നത് എന്നുള്ള മൊഴിയാണ് അച്ഛൻ ശ്രീജിത്ത് പോലീസ് നൽകിയത്. ശ്രീജിത്തിന്റെ ഈ ഒരു മൊഴി വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇവര് ഈ ഒരു കുഞ്ഞ് ആരോടാണ് കിടന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കിന് പല ആളുകളും പല രീതിയിലാണ് പറയുന്നത്. ശ്രീതു പറഞ്ഞത് അച്ഛന്റെ കൂടെയാണെന്ന് പറയുന്നു. ഓക്കെ. ആൻഡ് ഈ അമ്മാവൻ പറയുന്നത് ഇവരുടെ കൂടെയാണെന്ന് പറയുന്നു. പക്ഷേ ഈ ശ്രീതുവിന്റെ അമ്മയും പറയുന്നത് ഇവരുടെ കൂടെയാണെന്ന് പറയുന്നു. പക്ഷേ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ശ്രീതുവിന്റെ ഹസ്ബൻഡ് മാത്രം പറയുന്നത് അമ്മാവന്റെ കൂടെയാണെന്ന് പറയുന്നു. ഓക്കെ. അമ്മാവന്റെ കൂടെയാണെന്നാണ് ഈ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഈ കുഞ്ഞ് വരെ പറഞ്ഞു ഞങ്ങളുടെ കൂടെയാണ് ദേവേന്ദു കിടന്നത് എന്നുള്ളത് കുഞ്ഞ് വരെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ശ്രീജിത്ത് അത്തരത്തിലുള്ള ഒരു കള്ളം പറയുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീജിത്ത് അവിടെ എത്തിയേക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശ്രീതുവിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ 16-നാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു കൃത്യം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് എത്തിയിട്ടുള്ളത്. ഈ മരണത്തിനെത്താത്ത ഈ ദേ ശ്രീജിത്ത് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ എന്തിനാണ് വളരെ കൃത്യമായിട്ട് ഈ 16-ന് തന്നെ വന്നിട്ടുള്ളത്? ഓക്കെ. ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. കാര്യം ശ്രീജിത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു കള്ളം പറയേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യമാണ് ശ്രീജിത്തിന് ആ അമ്മാവനാണ് അല്ലെങ്കിൽ അമ്മാവന്റെ കൂടാണ് കുഞ്ഞ് കിടന്നെന്ന് പറയേണ്ട ഒരു ആവശ്യകത എന്ത്? അവിടെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറും കുഞ്ഞിന്റെ അമ്മയും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഹരികുമാറും ശ്രീതുവും കുറേയധികം സമയം ചാറ്റ് ചെയ്യുകയായിരുന്നു. മുറിയിലേക്ക് വരാൻ സഹോദരിയുടെ ഹരികുമാർ ആവശ്യപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഹരികുമാർ കുറ്റമേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ഈ ഹരികുമാറും ശ്രീതുവും തമ്മിൽ കഴിഞ്ഞ തലേ ദിവസം രാത്രിയിൽ നല്ല രീതിയിൽ ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഉടായ്പ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ ഹരികുമാറിന്റെ റൂമിൽ അന്നൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് തീ കത്തി പടർന്നു എന്നുള്ള രീതിയിൽ സാധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവന്റെ റൂമിൽ തീ കത്തി. അതിനെപ്പറ്റി അവിടുത്തെ നാട്ടുകാരൻ പറയുന്ന ഒരു കാര്യം ഇങ്ങോട്ടൊക്കെ, തീപിടുത്തം ഉണ്ടായിരുന്നു. അത് തീപിടുത്തം ഇവർ പറയുന്നത് സ്വാഭാവികമായി തീപിടുത്തം നടത്തുന്നുണ്ട്. പക്ഷേ മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും സംശയമുണ്ട്. ഓക്കെ. ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ അടുത്ത് പ്രചരിപ്പിച്ച സാധനത്തിൽ ഇവരകത്ത് കയറി നോക്കുമ്പോൾ മണ്ണെണ്ണ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു തീപിടുത്തം നടക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ശ്രീതുവായിട്ട് ഇങ്ങനെ ഒരു ചാറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രീതു ഇതറിഞ്ഞില്ലേ? അങ്ങനെ ഒരു തീപിടുത്തം അവിടെ നടക്കുന്ന കാര്യം ശ്രീതു ഇതറിഞ്ഞില്ല, ശ്രീതുവിൻ്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ശ്രീജിത്ത് ഇതറിഞ്ഞില്ല, ശ്രീതുവിൻ്റെ അമ്മ ഇതറിഞ്ഞില്ല. അപ്പം ഇവർ തമ്മിൽ ചാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം അറിഞ്ഞില്ല. സോ ദാറ്റ് വാസ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ റൂമിനകത്തുള്ള കത്തീരെന്ന് പറയുന്നത്. ഓക്കെ. മറ്റത്തെ ദുരൂഹതയുണ്ട്, 100% ഉണ്ട്. കാരണം ആ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയെന്നുള്ള ദുഃഖഭാവമില്ല. ഇതാണ് അമ്മയ്ക്ക് ഏതൊരാളാണെങ്കിലും സ്വന്തം മകളെ കാണാൻ അല്ലെങ്കിൽ സ്വന്തം മക്കളെ കാണാണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. സ്കൂളിൽ നിന്ന് പോയിട്ട് ലേറ്റായിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ എത്രയോ അമ്മമാർക്ക് നെഞ്ചിനകത്ത് തീയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു അമ്മയുടെ ഭാഗത്ത് ഒരു മുഖഭാവം വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ മറ്റൊരു നാട്ടുകാരൻ കൂടെ പറയുന്നുണ്ട്. തള്ളയ്ക്ക് ഒരു കാരണവശാലും തള്ളയ്ക്ക് ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. ഏതൊരായിരുന്നാലും ഒരു കൊച്ചു പോയെന്ന് പറയുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് സ്വന്തം മകളെ നഷ്ടപ്പെട്ട സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നത്? വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും തോന്നേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? സ്വന്തം മകളാണെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ കാരണം വരേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പം അത്രത്തോളം പൈശാചികമായിട്ടൊരു മനസ്സുള്ളതിന്റെ പേരിലാണ് ഒരു വിചാരങ്ങളും തോന്നാത്ത രീതിയിലൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ശ്രീതു ചെയ്തിട്ട് ഹരികുമാർ ഏറ്റെടുത്തതാണോ? അത് അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. പൂർണ്ണ വിശ്വാസമാണത്. അല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ള അറിയാൻ കഴിയും. ഇപ്പോൾ ഈ പൂജാർമ്മത്തിന് പോയെങ്കിൽ ആരെങ്കിലും ബലി കൊടുക്കാതിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഓക്കെ. ശ്രീതു പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ശ്രീതു ചെയ്തിട്ട് അത് പിന്നീട് ഇവൻ ഏറ്റതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രീതു ആണോ ശരിക്കും ഇതേ ഹരികുമാറിന്റെ യജമാനൻ? ആൻഡ് ഇതൊരു നരബലിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂജാകർമ്മം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അത് വേറെ കാര്യം, നമുക്ക് ഇങ്ങോട്ട് സംസാരിച്ച് വരാം. അപ്പം ശ്രീതു ആണോ ശരിക്കും ഈ ഹരികുമാറിന്റെ യജമാനൻ? ശ്രീതു പറയുന്നതാണോ വളരെ കൃത്യമായിട്ട് ഹരികുമാർ അനുസരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാക്കി കൂടെ കേൾക്കാം. പിടിച്ചുള്ള പയ്യനാണ്, ശല്യക്കാരൻ വേറെ എടുക്കാൻ പോകണമല്ല.
അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് പോലീസ് നീക്കിവിട്ട് നമ്മൾ പറയണം ഇവനല്ല ചെയ്യണത് തള്ളായിരിക്കും ചെയ്യേണ്ട സാധ്യത എന്ന് പറഞ്ഞു. ഓക്കെ, മന്ദബുദ്ധിയായിട്ടുള്ളൊരു പയ്യനാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ശ്രീധുവിൻ്റെ മരിച്ചുപോയ അച്ഛനില്ലേ, ഈ അച്ഛൻ്റെ സഹോദരൻ മീഡിയയുടെ മുന്നിൽ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ ശ്രീധുവിൻ്റെയും ഹരികുമാറിൻ്റെ അമ്മ ഈ ഇവരുടെ അടുത്തൊന്നും നല്ലതൊന്നും പറഞ്ഞു കൊടുക്കാറോ അങ്ങനെ ഇവരെ നേരെ വഴിക്ക് നടത്താനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതായത് ഈ ശ്രീധു പല ആളുകളുടെ ഇതും ഓവറായിട്ട് ഇത്തരം കടം കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സാധനങ്ങളെ പറ്റിയിട്ട് ഒരു നിയന്ത്രണമോ കാര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അത് അങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കായിരുന്നു, ഒരു കാര്യം സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതേ ശ്രീധുവിൻ്റെ അമ്മ അവിടെ കുറച്ച് എന്താ പറയുക മന്ത്രവാദം പോലെ എന്തൊരു പരിപാടി ഉണ്ട്. അതായത് എന്താ പറയുക പൂജാകർമ്മങ്ങളോ ലൈക്ക് ഇവിടെ ആശുപത്രിയിലൊന്നും പോകണ്ട, ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അസുഖം ഭേദമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൂടോത്രത്തിന് പകരം മരുന്നായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മറ്റൊരു ന്യൂസ് കൂടെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി കേൾക്കാം. പറയുന്നത് പല സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ഹരികുമാർ പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതും പണം കൊടുത്തതും ഒക്കെ താനാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകാൻ തടഞ്ഞപ്പോഴാണ് തനിക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത്. പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഈ സഹോദരൻ്റെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള സ്ത്രീകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് രക്ഷകയായിട്ട് എത്തിയിട്ടുള്ളത് ഇതേ ഹരികുമാറിൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രീധുവാണ്. ഓക്കെ, അപ്പം അതേ ശ്രീധുവിൻ്റെ അല്ലെങ്കിൽ ഒരു യജമാനനെ പോലെ ഒരു പക്ഷേ ഈ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു പക്ഷേ അതേ രീതിയിൽ കണ്ടിരിക്കാമല്ലേ. അപ്പം അതേ രീതിയിൽ പിന്നീട് ഇയാളുടെ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ സഹോദരി പറയുന്ന ന്യായീകരണമാണ് അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്ന് കൊടുത്തത് അല്ലെങ്കിൽ അവൻ്റെ അതിക്രമം നേരിടേണ്ടി വന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ. ഒരു സഹോദരനാണ്, ഒരു സഹോദരിയാണ്, ആ ഒരു രക്തബന്ധമാണ്. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഇവങ്ങനെ ചെയ്യുന്നത്. അത്തരം രീതിയിലൊരു മൈൻഡ് സെറ്റ് ഇവരുടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരികുമാറിൻ്റെ മനസ്സിൽ ശ്രീധു എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടാവില്ലേ. ഈ അമ്മയോട് ഈ പ്രതി കാണിച്ച അമിത സ്വാതന്ത്ര്യം, ആ അമിത സ്വാതന്ത്ര്യത്തിന് പലപ്പോഴും ഈ കുഞ്ഞൊരു തടസ്സമായി മാറിയതായി ഈ പ്രതിക്ക് പലപ്പോഴും തോന്നി. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനായി ഈ പ്രതി തീരുമാനിച്ചത് എന്ന് തന്നെയാണ് നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ അത് കൃത്യമായി ഒരു ഔദ്യോഗികമായി പുറത്തു പറയുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇവരുടെ അവിഹിത ബന്ധത്തിൽ ഈ കുഞ്ഞാണ്, ദേവേന്ദ് എന്ന് പറയുന്ന കുഞ്ഞാണ് ഇവർക്കൊരു തടസ്സമായി വരുന്നത് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീധുവിന് കുഞ്ഞ് ഒന്നല്ല രണ്ടാണ്. എങ്ങനെയാണ് ഈ ഇളയ കുഞ്ഞ് മാത്രം ഈ പറയുന്ന പോലെ ഒരു തടസ്സമായിട്ട് വരുന്നത്? മൂത്ത കുഞ്ഞ് എന്തുകൊണ്ട് ഇവർക്ക് തടസ്സമായില്ല? എന്തുകൊണ്ട് ഇളയ കുഞ്ഞ് മാത്രം തടസ്സമായി? അപ്പോൾ എന്താണ് ഈ യജമാനൻ എന്ന് ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു അസംഷനിൽ നിൽക്കുന്ന ഈ ശ്രീധു പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഈ ഒരു ഇളയ കുഞ്ഞിനെ പറ്റിയിട്ട്? എന്താണ് അതിനകത്തുള്ള കാര്യം? ഈ ഇളയ കുഞ്ഞിലോട്ട് എത്തിയിട്ടുള്ള ഒരു സംഭവം എന്താണ്? അതോടെ നമുക്ക് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ രണ്ടാമത്തെ ഒരു പെൺകുഞ്ഞ് ജനിച്ചതിൽ ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ആൺകുട്ടിയെ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിൽ, ശ്രീധുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ശ്രീജിത്തിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീധുവും ഹരികുമാറും കൂടി ചെയ്തതാണെന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഓക്കെ, ഇവർ ഈ കുഞ്ഞ് രണ്ടാമത് ജനിച്ച ടൈമിലാണെങ്കിൽ ശ്രീജിത്തിനാണെങ്കിൽ ഒരു ആൺകുഞ്ഞ് വേണമെന്നുള്ള രീതിയിലായിരുന്നു. അതിനെ തുടർന്നുള്ള കുറച്ച് തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു അവിഹിത ബന്ധം തുടർന്ന് പോകാനെ കൊണ്ട് ഈ ശ്രീജിത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ശ്രീജിത്തിനെ മണ്ടയ്ക്ക് ഇത് അടിച്ചിടാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ തന്നെ ഇല്ലായ്മ ഇവർ ചെയ്യുമോ? അങ്ങനെ ചെയ്താലും ഇവർക്ക് എന്ത് നേട്ടമാണ് അതിൽ നിന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞ് ഒരു തടസ്സമായി നിൽക്കുമ്പോഴും എന്നിവർ പറയുമ്പോഴും ഇവർക്ക് എന്താണ് അവിടെ തടസ്സം? കാര്യം ശ്രീജിത്തുമായിട്ട് കുറേ നാളുകളായിട്ട് വഴക്കിട്ട് പിരിഞ്ഞ് നിൽക്കുകയല്ലേ. അതോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മാതാവെന്ന് പറയുന്ന ആൾക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ, അത് മനോനിലയുമായി ബന്ധപ്പെട്ട ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഇവരുടെ മുടി തലമുണ്ടനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ. അത് അച്ഛൻ്റെ ഈ 16 ചടങ്ങുമായി ബന്ധപ്പെട്ട് മുണ്ടനം ചെയ്തതാണെന്ന് ആദ്യം ഇവർ അയൽവക്കക്കാരോട് പറയുന്നു. അത് കഴിഞ്ഞ് ഇവർക്ക് മറ്റെന്തോ രോഗമുണ്ടെന്ന് പറയുന്നു. ആ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിൽ മുടി പോകും. അതുകൊണ്ട് അത് അങ്ങനെ മുൻകൂട്ടി ഈ തലമുണ്ടനം ചെയ്തതെന്ന് ഇവർ പറയുന്നു. അത്തരത്തിൽ ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ ഇവിടെ നിന്നാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു എലമെന്റ് ഇരിക്കുന്നത്. കാര്യം ആഭിചാരക്രിയ അങ്ങനെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നാട്ടുകാരുടെ മുന്നിൽ പറയുന്നു ഇതുപോലെ അച്ഛൻ്റെ ഈ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ മുടി മുറിച്ചാണെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു ഇങ്ങനെ എന്തോ ഒരു അസുഖമുണ്ട്, അതിൻ്റെ പേരിൽ മുടി പൊഴിച്ച് പോകുന്നതിൻ്റെ ഇത് കാരണമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിനാണ് ഈ കാര്യങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ തെറ്റി മാറ്റി പറയുന്നത്? കാരണം ഈ 16-ന് ഈ ഒരു ചടങ്ങ് നടക്കുന്ന ഈ ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ ഈ ഒരു വിയോഗത്തിന് തൊട്ട് മുന്നേ തന്നെ മുൻകൂട്ടി ഇവർ കണ്ടത് പ്രകാരം ഈ ഒരു 30 ലക്ഷത്തിൻ്റെ കേസ് പറഞ്ഞ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവർക്ക് പിന്നീട് അതിനുശേഷം ഇതിനോടനുബന്ധിച്ചിട്ട് മുടി കാര്യങ്ങളൊന്നുമില്ല. ഈ മുടിയൊക്കെ മുറിച്ചത് ഇവരുടെ മറ്റേ പൂജാരി പറഞ്ഞതിൻ്റെ പേരിലാണ്. അതോടെ അങ്ങോട്ട് വെക്കാം. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധുവും അമ്മാവൻ ഹരികുമാറും മുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആചാര്യനെ കുറിച്ചിട്ടാണ് ഈ നമ്മൾ അറിയുന്നത്. കാര്യം ഒരു ആത്മീയ ആചാര്യൻ പറഞ്ഞത് പ്രകാരമാണ് ഇത്തരം ഒരു കാര്യം ഈ ശ്രീധു എന്ന് പറയുന്ന ഒരാൾ ചെയ്തിട്ടുള്ളത്. അതായത് മൊട്ട അടിച്ചേക്കുന്നത്.
ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ പുരുഷന്മാർ മുട്ടയടിക്കുന്ന പോലെയല്ല സ്ത്രീകൾ മുട്ടയടിക്കുന്നത്. കാരണം അവരുടെ ഒരു ഫുൾ ലെങ്ത് മുടി ഇതൊക്കെയാണെന്ന് വെച്ചാൽ മുട്ടയടിച്ച് കളയെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമൊക്കെ ഈ സ്ത്രീകൾ മുട്ടയടിക്കാറുള്ളൂ അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഒരു പൂജാരി പറഞ്ഞത് കേട്ടിട്ട് ആ ശ്രീതു എന്ന് പറയുന്ന ആ ഒരാൾ മുട്ടയടിച്ചു. അപ്പം അത്രത്തോളം പ്രാധാന്യം ആ പൂജാരിക്കുണ്ട് അല്ലേ. അപ്പോഴും ഈ ഒരു 30 ലക്ഷത്തിൻ്റെ ഈ ഒരു കേസ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കളവ് പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊരു കംപ്ലൈൻറ്റ് പോലെ പറഞ്ഞത് ഇതേ സുഹൃത്തായിട്ടുള്ള പൂജാരിയുടെ പേരിലാണ്. പക്ഷേ ഇതേ പൂജാരി പറഞ്ഞിട്ടാണ് ഇവർ മുട്ടയടിച്ചിട്ടുള്ളത്. ഭർത്തൃപിതാവും ഇത്തരത്തിൽ തന്നെ ശ്രീധുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയിൽ കൃത്യമായി പറയുന്നത് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ ശ്രീധുവിനാകുമായിരുന്നില്ല, അല്ലെങ്കിൽ കുടുംബം അത്തരത്തിൽ സ്വന്തമായി ഒരു തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാറില്ല. അത് മറിച്ച് ഈ ശംഖുമുഖം ദേവിദാസനെ പോലെയുള്ള ജോത്സ്യന്റെ അടുത്ത് പോയിട്ടാണ് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാർ ശംഖുമുഖം ദേവിദാസന്റെ വീട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂജാരിനെ പറ്റിയിട്ട് മനസ്സിലായല്ലോ. അതായത് ഇവർ വാങ്ങിച്ചേക്കുന്ന ഒരു കാറ് തന്നെ പൂജാരിയുടെ വീട്ടിലാണ് ഇട്ടിട്ടുള്ളത്. പൂജാരി നല്ല രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ബിസിനസ് കാണിക്കുന്നു. നമ്മുടെ ഗോപൻ സമാധിയുടെ ഒക്കെ പരിപാടി കൂട്ട് തന്നെ നല്ല രീതിയിൽ ഈ പൂജാരി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ പറ്റിച്ച് കുറേ പൈസയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മൂഞ്ചിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പൂജാരിനെ പറ്റി നോക്കാം. ആരാണ് ഈ പൂജാരി? കാലം ഈ കഥാപ്രസംഗമെല്ലാം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് മുട്ടക്കച്ചവടമെല്ലാം നടത്തി മുട്ടസ്വാമി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു സ്വാമി മുട്ടക്കച്ചവടം നടത്തുന്ന, അതായത് നോൺ വെജ് സാധനം അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് സ്വാമിയായിട്ട് പിന്നീട് മാറുന്നത്. നമ്മുടെ ഗോപൻ സമാധിയുടെ കേസിൽ ഇതുപോലെ തന്നെ ആയിരുന്നു. കാര്യം 7 പേരെ വെട്ടിയ കേസിലെ പ്രതിയാണ് വലിയൊരു സമാധിയായിട്ട് വലിയൊരു സന്യാസി വര്യനായിട്ട് മാറുന്നത് അല്ലേ. പൂജയില്ല, രാത്രിയാണ് പൂജ. അത് ഈ മൈക്ക് സെറ്റൊക്കെ വെച്ച് ബോക്സൊക്കെ വെച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മളിവിടെ രാത്രിയാകുമ്പോൾ. ഒരു തട്ടിപ്പുകാരനാണോ? തട്ടിപ്പ് നമുക്ക് കണ്ടെടുത്തോളം നമ്മൾ മനസ്സിൽ നമുക്ക് അന്നേ ഉണ്ട്. എന്നാലും ഇയാൾ ഏതെങ്കിലും ഒരു കുരുക്കിൽ വീഴുമെന്നുള്ള അറിയാം. അങ്ങനെ പ്രവൃത്തി അങ്ങനെയാണ്. അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്നതാണ് ഇയാളുടെ പ്രവൃത്തി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കുരുക്ക് വീഴുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. കാര്യം അവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇയാളെ പറ്റിയിട്ട് നല്ല ബോധ്യമുണ്ട് അല്ലേ. ആ ഒരു പൂജാരിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ പറഞ്ഞൊരു പൂജാരി പറഞ്ഞതാണ് അവരെല്ലാം വളരെ കൃത്യമായിട്ട് അനുസരിക്കും. ഇനി ബാക്കി വേറൊരു നാട്ടുകാരൻ പറയുന്നതോടെ ഇങ്ങോട്ട് വെക്കാം. എത്ര വിവാഹം ചെയ്തു? രണ്ട് വിവാഹം ചെയ്തു. പിന്നെ എൻ്റെ പെണ്ണിനെയും കൂട്ടി രണ്ട്. എൻ്റെ പെണ്ണിനെയും കൂടെ കൂട്ടിയിട്ട് ആ പൂജാരി 2 കെട്ടിയെന്ന് ഒരു വ്യക്തി വന്ന് പറയുകയാണ് എൻ്റെ പെണ്ണിനെ അയാൾ കെട്ടിയെന്ന്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുക ആ പറയുന്ന പുള്ളിയുടെ ഒരു ഗതികെട്ട അവസ്ഥ. ഇനി എന്തിന്റെ പേരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഒരു വിവാഹത്തിലോട്ട് എത്തിയെന്നുള്ളതും കൂടെ പുള്ളി പറയുന്നുണ്ട്. അങ്ങ് പോയി നിന്ന് ഇപ്പം രാത്രി അവിടെ നിന്ന് പൂജ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സഹായിയായി പോയതാണല്ലേ. സഹായിയായി പോയിരുന്നു. ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടു പുള്ളി വിവാഹം കഴിച്ചു. ഈ പുള്ളി കുറച്ച് തളർന്ന് ഒക്കെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുള്ളി മറ്റേ ഈ പൂജാരിയുടെ അടുത്താണെങ്കിൽ ഈ പുള്ളിയുടെ ഭാര്യ ആണെങ്കിൽ സഹായി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ അടുപ്പമാവുകയും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇവർ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു പൂജാരി അവിടെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിവ്യമായിട്ട് കാണേണ്ടുന്ന പൂജകൾ ആ ഒരു സമയത്ത് ഇങ്ങനൊരു സഹായിക്കാൻ ഒരാളെത്തുന്നു. ആ ആളുടെ അടുത്ത് ഇത്തരം ഒരു അപ്രോച്ച് നടത്തി അവർ തമ്മിലൊരു അടുപ്പത്തിലാവുമ്പോഴത്തേക്കിന് ആ പൂജാരിയുടെ അല്ലെങ്കിൽ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസിയാണോ പൂജാരിയാണോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത അതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഒരു വ്യക്തി, അതായത് സഹായിക്കാൻ പൂജയ്ക്ക് വന്ന ഒരാളെ കയറി അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആളാവുമ്പോഴത്തേക്കിന് ബാക്കിയുള്ള ആളുകളുടെ അടുത്തും ഏകദേശം അതേപോലെയൊക്കെ തന്നെ ആയിരിക്കത്തില്ല. അതും തളർന്നൊരാൾ കിടപ്പുണ്ട്. ഓക്കെ, അയാളെ നോക്കേണ്ടത് ഈ ഭാര്യയാണ്. അതുപോലും ആലോചിക്കാതെ അങ്ങനൊരു സ്ത്രീയെ തട്ടി ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉടായ്പ പൂജാരിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡ് ഇയാളുടെ വീട്ടിൽ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭയങ്കര കോപ്പണാണ്. കാര്യം രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇയാളുടെ കൂടുതലും പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാര്യം ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടുതലും ആഭിചാരക്രിയകൾ ആണ് കൂടുതലും രാത്രിയിൽ പൂജകളായിട്ട് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ സാധാരണ പൂജ എന്നൊക്കെ പറയുമ്പോൾ പകലല്ലേ പൂജകളെ ചെയ്യുന്നത്, രാത്രിയിൽ ചെയ്യുന്നതൊക്കെ ആഭിചാരക്രിയകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു ആഭിചാരക്രിയ ആകുമ്പോഴത്തേക്കിന് ഈ ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ എന്തെങ്കിലും നരബലി പോലുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ വിഷം തുപ്പി വെച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. കാരണം ചെന്താമരയുടെ കേസിലും പാലക്കാട് ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. ഒരു ജ്യോതിഷം കഴിവറമോ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് പോയിട്ട് അപ്പുറത്തെ നീളം മുടിയുള്ള ഒരാളെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയി അപ്പുറത്ത് പോയി വെട്ടിക്കൊല്ലുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് കഷായം ഗ്രീഷ്മ ഇതേപോലുള്ള ആൾ. ഓക്കെ, ആദ്യം കിട്ടുന്ന ഭർത്താവാണെങ്കിൽ മരണപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അടുത്താണെങ്കിൽ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഈ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ ഇനി തെളിയുമോ ഇല്ലയോ എന്നുള്ള സംഭവങ്ങളോട് ഇനി നമുക്ക് പറയാം. അതായത് ഇനി ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ ഇതിന്റെ ഇടയ്ക്ക് കളിച്ചേക്കുന്ന കുറച്ച് കളി കാര്യങ്ങളുണ്ട്. നല്ല ബുദ്ധിമാനായിട്ടുള്ള യജമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്ന കാര്യങ്ങളും കൂടി ഞാൻ വെക്കാം. പുതുച്ചേരിയിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി. അങ്ങനെ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ പോലീസുകാർ വിചാരിക്കില്ല ഇവൻ ഏതോ വെകിളിയാണ് അല്ലെങ്കിൽ മന്ദബുദ്ധിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നോർമലായിട്ടുള്ള ഒരാളും ഇതുപോലെ പോലീസുകാരെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ നിൽക്കില്ലല്ലോ. കാര്യം ഓൾറെഡി ഞാനാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് പിന്നിലെ കാര്യം?
വെറും ഒരു മന്ദബുദ്ധി ആയതിന്റെ പേരിലാണോ അങ്ങനെ ഒരു, അല്ലെങ്കിൽ മന്ദബുദ്ധി ആയതിന്റെ പേരിൽ മാത്രമാണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നത്? എന്നാൽ ആലപ്പുഴയുള്ള ഒരു പൂജാരിയുടെ അസിസ്റ്റന്റായി, അതായത് പൂജാരിയുടെ സഹായിയായി ഈ ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മതപഠന ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീതു. തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഈ പരസ്പരം വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ശ്രീ. വീഡിയോ കോളിന്റെ കാര്യമൊന്നും പറയണ്ട, അപ്പുറത്തെ റൂമിൽ കിടന്നിട്ടാണ് ഇവർ വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇയാൾക്കും വിശ്വാസപരമായിട്ട് മറ്റൊരാളുടെ കൂടെയൊക്കെ ആയിരുന്നു, ഈ പൂജാരിയുടെ കൂടെയൊക്കെ ആയിരുന്നു ഇയാൾക്ക് വിശ്വാസപരമായിട്ട് ഇയാൾക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രതിയുടെ മൊഴിമാറ്റം തനിക്കൊരു ഉൾവിളി ഉണ്ടായി ചെയ്തു എന്നൊക്കെയാണ് അയാൾ ആദ്യം പറയുന്നത്. ഇതിന്റെ പ്രധാന ഇപ്പം ഈ കൊലപാതകം ഇങ്ങനെ നടത്തിയതിന്റെ കാരണമായിട്ട് പറയുന്നത് ഒരു ഉൾവിളി വന്നു എന്നുള്ളത്. വേറെ ആൾ ഇങ്ങനെ ഒരു ഉൾവിളി വന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് സംഭവം ക്ലീൻ ആയല്ലോ അല്ലേ? പേപ്പറിനകത്ത് എഴുതുമ്പോഴത്തേക്കിന് മന്ദബുദ്ധി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ക്ലീൻ ആയി, ഇയാൾ സേഫായി. അപ്പോഴും ശ്രീതു ഇതിനകത്തുനിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി. ശ്രീതുവിനെ മാറ്റി, ശ്രീതു നൈസായിട്ട് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടി, ശ്രീതുവിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നൈസായിട്ട് മാറി. ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്ന സ്വന്തമായിട്ട് എല്ലാം കുറ്റങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഏറ്റെടുത്ത വ്യക്തിക്കാണെങ്കിൽ മന്ദബുദ്ധിയാണെന്നുള്ളൊരു പേരുമുണ്ട്. അപ്പം ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല, അല്ലെ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, അയാൾക്കറിയാം. ഒരു പ്രാവശ്യം പറയുന്ന കാര്യമല്ല ഹരികുമാർ അടുത്ത പ്രാവശ്യം പറയുന്നത്. ഇയാൾക്ക് ഒരു വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളല്ല ഇയാൾ. പല ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന ഇന്ന് കസ്റ്റഡി എടുത്ത ജോൾസിന്റെ വീട്ടിലുമൊക്കെ പല പ്രാവശ്യമായി ജോലിക്ക് നിന്ന് പോവുകയും വാദ്യോപകരണങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തി, മന്ദബുദ്ധിയായിട്ടുള്ളൊരു വ്യക്തി ഈ ജോൽസിന്റെ ഒപ്പമായിരുന്നു ഇത്തരം ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ ജോൽസിന്റെ അടുത്താണ് ഈ ശ്രീതു എന്ന് പറയുന്ന ആ ഒരു ലേഡിയും പോകുന്നത്. ഇവിടെ തന്നെയാണ് ജോലിക്ക് താണ്ട് ഇതേ ഹരികുമാർ എന്ന് പറയുന്ന ഈ ഒരു സൈക്കോപാത്തും പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ഇയാൾക്കൊരു സഹായമായിട്ട് പൂജാകർമ്മങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ അവരുമായിട്ടൊരു അടുപ്പം കാണിച്ച് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള അയാൾ ഈ പറയുന്ന ശ്രീതുവുമായിട്ടും അത്തരത്തിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ? കാര്യം അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ട്, അല്ല ഇവർ 3 പേരും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകുമോ? കാരണം സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഇത്തരം ഒരു ബന്ധം നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തിലുള്ള ഒരുപാട് കാര്യമാണ്, എത്രത്തോളം ദൂരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണിത്. ആ ഒരു സാധനം ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികളാവും എന്നുള്ളതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ എഴുതാൻ കഴിയാത്തത് കൊണ്ട് വോയിസ് ചാറ്റാണ് ഇയാൾ പലപ്പോഴും ചെയ്യുന്നത്. അത് അപ്പോഴപ്പോഴും ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ആ വോയിസ് ചാറ്റുകൾ വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ കൂടുതലും വോയിസ് ചാറ്റ് കാര്യങ്ങളൊക്കെ അയക്കുന്നത്. എഴുതാനും കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയത്തില്ല. അപ്പോൾ കൂടുതൽ വോയിസ് ചാറ്റ് അയക്കുന്നു. അപ്പോൾ ഈ വോയിസ് ചാറ്റുകൾ വളരെ കൃത്യമായിട്ട് ഇയാൾ ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. ഒരു മന്ദബുദ്ധി വളരെ കൃത്യമായിട്ട് അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. അപ്പം ഈ മന്ദബുദ്ധിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അയക്കുന്ന എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പം ഈ മന്ദബുദ്ധി എന്ന് വിളിക്കുന്ന ഇതേ ആൾ തന്നെ സ്വയമേ തോന്നിയിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും യജമാനൻ അയച്ചേക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ യജമാനൻ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നതാണോ? ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുവാണ്. ഓക്കെ, ശ്രീതുവിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ബാക്കി ആൾക്കാരുണ്ട്. ശ്രീതുവിൻ്റെ അമ്മ, ശ്രീതുവിൻ്റെ ഹസ്ബൻഡ്, ഇവർ ഓരോ ആളുകളും, പിന്നെ ആ പൂജാരി, ഇത്രയും പേരിൽ മാത്രമാണ് നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ടത്. അല്ലെങ്കിൽ ഇവരല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കാര്യം ഇതിനകത്ത് കൃത്യം ചെയ്തേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന ഹരികുമാർ എന്ന് പറയുന്ന മണ്ടബുദ്ധിയാണ്. ഇവൻ അതിൻ്റെ പേരിലൊക്കെ ഊരി പോരുമായിരിക്കും. ഓക്കെ, ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ എന്തായാലും നമ്മുടെ നിയമം നിൽക്കൂല. കാര്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഞാനൊരു കൺക്ലൂഷനായിട്ട് പറയാണ്, ഒരു 30 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് 30 ലക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് ഒരു സംഭവം കംപ്ലൈൻ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. വാക്കാൽ പറയുന്നൊരു കംപ്ലൈൻറ്റ്, എഴുതി കൊടുത്തേക്കുന്ന രേഖകളിൽ കൊടുത്തേക്കുന്ന കംപ്ലൈൻ്റ് അല്ല. അതിനുശേഷം ഇവർക്ക് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ആളുകൾക്കിടയിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഒരു സംഭവങ്ങൾ ഇവരിങ്ങനെ കാണിക്കുന്നു. പിന്നീട് അതായത് ഈ പൂജാരി, സുഹൃത്തായിട്ടുള്ള ഈ ഒരു പൂജാരിയാണ് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ 30 ലക്ഷം രൂപയുടെ ഈ ഒരു വീഴ്ച അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴും അതേ പൂജാരി പറയുന്നത് കേട്ടിട്ടാണ് ഇത്തരം മൊട്ട കാര്യങ്ങളൊക്കെ ഈ ലേഡി അടിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ മൊട്ട അടിച്ചുള്ള ആ ഒരു ലേഡി പിന്നീട് ഇവരുടെ വീട്ടിലാണെങ്കിൽ ആത്മഹത്യയുടെ ഒരു വക്കിലോട്ട് എത്തുന്നുള്ള രീതിയിൽ നാട്ടുകാരോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് മരിക്കുന്ന ഇതേ ദിവസമാണെങ്കിൽ ഇവർ തൂക്കയറ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അന്നേ ദിവസം രാത്രിയിൽ മുഴുവനായിട്ട് ഇവർ ചാറ്റ് വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ സഹോദരനും സഹോദരിയും തമ്മിൽ, അതായത് സഹോദരൻ്റെ റൂമിൽ ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടായിട്ട് അത് സഹോദരി അറിഞ്ഞില്ല. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ശ്രീതുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ശ്രീജിത്ത് രാവിലെ എണീച്ചിട്ട് പറയാണ്, പോലീസുകാർ ചോദിക്കുമ്പോൾ പറയാണ് അത് അമ്മാവനായിട്ടുള്ള ഹരികുമാറിൻ്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോഴും ആ പിഞ്ചു കുഞ്ഞ് പറയുന്നുണ്ട് അത് ഞങ്ങളുടെ കൂടെയാണ് കുഞ്ഞ് കിടന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ആ ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ഒരു ആവശ്യം എന്താണ്? ആൻഡ് ശ്രീതുവിൻ്റെ അമ്മയും ഇതേപോലുള്ള കുറച്ച് ഈ പറയുന്ന പോലെ കൂടോത്രം അങ്ങനെ എന്തൊക്കെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്.
അപ്പം ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിയിട്ട് കളിക്കുന്നത് ആരാണ് ഹരികുമാറിൻ്റെ യജമാനൻ? ശ്രീതു ആണ്. എന്തായാലും ശ്രീതുമായിട്ട് ഇപ്പം നൈസായിട്ട് സ്കൂട്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇതിൻ്റെ യജമാനൻ ആരാണോ ഈ യജമാനൻ പുറത്ത് വരൂല. ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇങ്ങനൊരു പേരിലൊരു കുറ്റവാളിയായിട്ട് ആളുകളിലോട്ട് എത്തുക. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ മന്ദബുദ്ധിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓരോ സമയം 2 ദിവസമായിട്ടും പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയില്ല. പോലീസുകാർക്ക് ആർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും പറയാൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്നുള്ളത് ഒരു ക്ലാരിഫൈ വരുത്താനെ കൊണ്ട് പോലീസുകാർക്ക് പറ്റിയിട്ടില്ലല്ലോ. ആൻഡ് ഇയാൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഈ ഒരു അവിഹിത ബന്ധത്തിന് ഒരു തടസ്സമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്ത് തടസ്സം? 2 മക്കളാണുള്ളത്, അതിൽ ഒരു കുട്ടി മാത്രം എങ്ങനെയാണ് ഇയാൾക്ക് തടസ്സമായിട്ട് മാറുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഈ 2ാമത്തെ കുഞ്ഞ് തന്നെ അല്ലെങ്കിൽ ഇളയ കുഞ്ഞ് തന്നെ മരണപ്പെടണമെന്ന് കൃത്യമായിട്ട് ഈ ഒരാൾക്ക്, ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും അയാളുടെ യജമാനൻ ആരാണോ അയാൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ആ ഒരു ലക്ഷ്യം എന്താണ്? ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് ഈ കഴിവറ മക്കൾക്ക് എന്ത് കിട്ടി? ആകെപ്പാടെ 2 വർഷമാണ് ഈ ഒരു ഭൂമിയിൽ ആ ഒരു കുഞ്ഞ് ജീവിച്ചിട്ടുള്ളത്. ഈ പുന്നാര മക്കളൊക്കെ ഇത്രയും നാളും ജീവിച്ച് ഈ ലോകം എന്താണെന്ന് കണ്ട് അറിയുക, ആസ്വദിക്കുകയൊക്കെ ചെയ്തു ഈ പുന്നാര മക്കൾ. ഇനി ഇവരെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജയിലിലോട്ട് ഇവിടെ അണ്ണാക്കി തിരികെ കയറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ നിയമം അല്ലേ? അപൂർവങ്ങളിൽ അപൂർവമല്ല, നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കുണ്ടല്ലോ നിയമത്തെ വെല്ലുവിളിച്ചാലോ നിയമത്തിനെതിരെ നമ്മൾ പച്ച തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതൊന്നും അപൂർവമല്ലേ. ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ കേസില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ നിയമത്തെ തെറി വിളിച്ചാലാണോ കേസ് വരിക നമുക്ക്? എന്തോന്ന് നിയമമാണ് നമ്മുടെ നാട്ടിലെ? ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് അയാൾ കുറ്റവാളിയാണെന്ന് അയാളെ സമ്മതിച്ചു. മന്ദബുദ്ധി എന്ന പേരിൽ ഇനി അയാൾക്ക് കിട്ടാൻ പോകുന്നൊരു ഇളവുണ്ട്. ഒരു മന്ദബുദ്ധിയൊന്നുമല്ല. യജമാനൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരുത്തനാണ് അവൻ. ഓക്കെ, അവൻ്റെ മന്ദബുദ്ധി. ഓക്കെ, എന്നാലും ഇതാണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ശരി, ബൈ.